യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഒരുപാട് സന്തോഷത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നത്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുന്നതിലൂടെ ഒത്തിരി നന്മകൾ, ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. വിശ്വസിച്ചാൽ എന്ന് മാത്രമല്ല, ഉറച്ചു വിശ്വസിച്ചാൽ ഒരത്ഭുതം കാണും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും, എല്ലാ മാതാപിതാക്കളെയും, കുഞ്ഞുങ്ങളെയും, യുവതി യുവാക്കൾ, പ്രാർത്ഥനാവശ്യങ്ങൾ, ഈ ദിവസം നമ്മൾ ചില കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടാകും, ചില കാര്യങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നുണ്ടാകും, ചില കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഒത്തിരി ആകുലത അനുഭവിക്കുന്നുണ്ടാകും. ആ കാര്യങ്ങളെയെല്ലാം വെച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലപ്പോഴുണ്ടല്ലോ, ചിന്തിച്ചാൽ ഒരെത്തും പിടിയും കിട്ടാത്ത വഴികളിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും. എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല. എത്ര ആലോചിച്ചിട്ടും ഒട്ടും മനസ്സിലാകാത്ത വഴികളിലൂടെ നടന്നു പോയെന്നിരിക്കും, കടന്നു പോവുമായിരിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തിക്കുന്ന കരം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതലാണ്. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധയോടെ വായിക്കുകയാണ്. 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് എന്ന അരുവിക്ക് സമീപം ഒളിച്ച് താമസിക്കുക. ഇത് ആരോട് പറഞ്ഞു? ദൈവമായ കർത്താവ് ഏലിയായോട് പറഞ്ഞു, നീ പുറപ്പെടണം, ഇവിടെ നിന്ന് മാറി ജോർദാൻ അരികെയുള്ള കിഴക്കുള്ള കെരീത്ത് അരുവിക്ക് പോയി സമീപം താമസിക്കണം. അടുത്ത ഭാഗം, നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം, ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കേട്ടെ. നിയോഗമുള്ള ഒരു സ്ഥലത്ത് പോകണം, നിയോഗമുള്ള സ്ഥലത്ത് വസിക്കണം. അതൊരു അനുഗ്രഹമാണ്. ഏലിയായോട് ദൈവം പറയുക, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള ഇന്ന സ്ഥലത്ത് ഒളിച്ച് താമസിക്കണം, അവിടെ പോയി താമസിക്കണം. ഏലിയ പറഞ്ഞില്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ, ഞാൻ എന്തിനാ അത്രയും ദൂരം പോകണം? അല്ല, ഓരോ വ്യക്തിക്കും ചില നിയോഗമുണ്ട്. അവിടെ നമ്മൾ ചെല്ലണം. അവിടെ വച്ചാണ് ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുക. അല്ലെ, അവിടെ വച്ചായിരിക്കും ദൈവത്തിൻ്റെ കരുതൽ ആ വ്യക്തി അറിയുക. ഏലിയ മറുത്തൊന്നും സംസാരിച്ചില്ല. ഞാൻ പോകത്തില്ല, എനിക്കിഷ്ടമില്ല, ഞാൻ അവിടുത്തെ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം തരുന്നതിന് കാക്കകളോട്, കാക്ക എന്ന പക്ഷി, അതിന് നഖം തൊട്ട് ചുണ്ടുവരെ കറുപ്പാണ്. അതിൻ്റെ ശബ്ദവും അത്ര ഗംഭീരമൊന്നുമല്ല, അധികമാരും ഇഷ്ടപ്പെടാത്ത ശബ്ദമാണ് അതിൻ്റെ. അത് ഭക്ഷിക്കുന്നതോ ചത്തതും ചീഞ്ഞതും ഒക്കെ കൊത്തി വലിക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യൻ കല്ലെറിഞ്ഞോടിക്കുന്നതാണ്. മനുഷ്യൻ ചിലപ്പോൾ ഓടിക്കും. നമ്മുടെ നാട്ടിലെ രീതിയൊക്കെ പറഞ്ഞാൽ, ഒരു മുട്ട കണ്ടാൽ എന്തെങ്കിലും ഉണക്കാൻ വെച്ചാൽ അതെല്ലാം കൊത്തി എടുത്തുകൊണ്ട് പോകും. നമ്മൾ പറയും, ഈ കാക്കയെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ എന്ന് പറയും. ശല്യമായി നമ്മൾ തോന്നുന്ന, കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുന്ന, ആട്ടി ഓടിക്കുന്ന പക്ഷിയാണ് കാക്ക. പക്ഷേ ഏലിയ എന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിക്ക് ചില ദൈവീക കരുതലുകൾ അറിയാൻ ഭക്ഷണവും ഇറച്ചിയും കൊടുത്തുവിട്ടത്
ആ പക്ഷിയുടെ ചുണ്ടിലാണ്, ആ പക്ഷിയുടെ കൈകളിലാണ്. ആരെ അവഗണിക്കരുത്. നമ്മൾ പറയും, ഒരുപക്ഷെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഈ 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടാനാ, ഈ 10 മിനിറ്റ് വചനം പറഞ്ഞ് കേട്ടാൽ എന്ത് ഗുണം കിട്ടും? നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത ഒരു കാര്യത്തിലൂടെ ആയിരിക്കും, ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും, ഒരു ശുശ്രൂഷയിലൂടെ ആയിരിക്കും നാളെ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത്. സ്വപ്നത്തിൽ ആരെങ്കിലും വിചാരിച്ചോ, ഏലിയ കെറീത്ത് എന്ന സ്ഥലത്ത് ആ അരുവിക്ക് സമീപം ഇരിക്കുമ്പോൾ ഈ പക്ഷിയായിരിക്കും രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് സമയം തെറ്റാതെ കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഇരിക്കുമെന്ന്? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ പക്ഷിയുടെ സ്ഥാനത്തായിരിക്കും നമ്മൾ ഓരോരുത്തരും. വലിയ യോഗ്യതയൊന്നുമില്ല, വലിയ വിദ്യാഭ്യാസമില്ല, വലിയ മെച്ചമെന്ന് പറയാനൊന്നുമില്ല. ഈ പക്ഷിയെപ്പോലെ യോഗ്യരൊന്നുമല്ല, എല്ലാം തികഞ്ഞവരല്ല. പലതരം കുറവുകളും വീഴ്ചകളും ബലഹീനതകളും കുറ്റങ്ങളും വീഴ്ചകളൊക്കെ ഉള്ള പച്ചയായ മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. വെറും പച്ചയായ മനുഷ്യന്മാർ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കില്ലേ, നീയാണോ പ്രസംഗിക്കുന്നത്, നീയാണോ ധ്യാനിപ്പിക്കുന്നത്, നീയാണോ വചനം പറയുന്നത്? ആൾക്കാർക്ക് എന്നാ കിട്ടാനാ? വ്യക്തിയല്ല പ്രിയരെ, ചിലപ്പോൾ ദൈവം ചിലരെ അതിനായി പ്രയോജനപ്പെടുത്തും. ഒരപ്പൻ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിൽ, സഹോദരൻ സഹോദരി, നിങ്ങൾ ആരുമാകട്ടെ, ഈ പാപിയായ എന്നിലൂടെയാണോ വല്ല അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നത്? പറയാൻ പറ്റില്ല. നിങ്ങളിലൂടെ ആണെങ്കിലോ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളിലൂടെ ആണെങ്കിലോ നിങ്ങളുടെ കുടുംബം നാളെ അനുഗ്രഹിക്കപ്പെടുന്നത്. ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ആ നാട്ടിൽ നല്ല തലയെടുപ്പുള്ള ഇഷ്ടം പോലെ പക്ഷികളുണ്ടായിരുന്നു. പക്ഷെ കൊടുത്തേൽപ്പിച്ച നിയോഗമുള്ളത് ഈ പക്ഷിക്കാണ്. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കൊരു നിയോഗമുണ്ട്. നിങ്ങളിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടും, ആരൊക്കെയോ ആശ്വസിപ്പിക്കപ്പെടും, ആരൊക്കെയോ ബലപ്പെടും, ആരൊക്കെയോ സൗഖ്യം ഉണ്ടാകും, ആ സൗഖ്യം അനുഭവിക്കും. ആ പക്ഷിയിലൂടെ കാലത്തും വൈകിട്ടും ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ഞാനിവിടെ അത്ഭുതത്തോടെ കാണുന്നുണ്ട്. ദൈവം ആ പക്ഷിയുടെ ചുണ്ടിൽ ഭക്ഷണം കൊടുത്തുവിട്ട ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ, ഇത് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നിയോഗമുള്ളൊരു സ്ഥലത്ത് ഏലിയ പോയി ഇരുന്നു, അവിടെ താമസിച്ചു. അപ്പോഴാ ദൈവത്തിൻ്റെ കരുതൽ കണ്ടത്. ദൈവം കൊടുത്തയച്ച പലതും ഏലിയായുടെ കൈകളിൽ എത്തിയത് നിയോഗമുള്ളൊരു സ്ഥലത്ത് പോയി വസിച്ചപ്പോഴാണ്. ഒരുപക്ഷെ ഈ ആലയം നിങ്ങളെ സംബന്ധിച്ച് നിയോഗമുള്ളൊരു സ്ഥലമായിരിക്കും. ഒരുപക്ഷെ വേറൊരു പ്രാർത്ഥനാലയമായിരിക്കും, വേറൊരു ധ്യാനകേന്ദ്രമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിയോഗമുള്ള സ്ഥലം ഇവിടെയാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലർക്കത് ഇവിടെയായിരിക്കും. ഇവിടെ വച്ചായിരിക്കും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം ആരംഭിക്കുന്നത്. ഇവിടെ വച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുന്നത്. ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, നിയോഗ കൊന്ത ചെല്ലുമ്പോഴായിരിക്കും, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴായി, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഒരു ദൈവപ്രവൃത്തി നിങ്ങളിൽ സംഭവിക്കുന്നതെങ്കിലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തികളെ, കുടുംബത്തെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ കാരുണ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കുടുംബം ഈ വചനത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ ഇടയാകട്ടെ. വിശ്വസിക്കുമ്പോൾ മാത്രമല്ല, ഉറച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങളൊരു അത്ഭുതം കാണും. പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ, ആരോഗ്യത്തിൽ, തലമുറകളിൽ, ജീവിതയാത്രകളിൽ, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ. സ്വഭാവ രൂപീകരണം സംഭവിക്കട്ടെ. ഒരാളും നഷ്ടപ്പെട്ടു പോയേക്കല്ല്, ഒരാളും നശിച്ചു പോയേക്കല്ല്, ഒരാളും തകർന്നു പോയേക്കല്ല്, ആരും വഴിതെറ്റിപ്പോയേക്കല്ല്, തെറ്റായ തീരുമാനം എടുത്തേക്കല്ല്. നശിച്ചു പോകരുത്. നിങ്ങൾ രക്ഷപ്പെട്ടു വരണം, ഉയരങ്ങളിലെത്തിക്കോണം, അനുഗ്രഹമാകണം. ദൈവം നിങ്ങളുടെ കരം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളണമേ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, 4 വശത്തു നിന്നും വരാൻ സാധ്യതയുള്ള ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും എന്നെയും
പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകലരെയും അങ്ങ് സൂക്ഷിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള ശക്തിയുള്ള നാമത്തിൽ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അയച്ചു കൊടുത്തവർ, സ്വീകരിക്കുന്നവർ, എഴുതിയവർ, പ്രാർത്ഥിച്ചവർ, പഠിച്ചവർ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. സാധ്യമല്ലവർക്കും അയച്ചു കൊടുക്കണം. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. ആമേൻ.